പ്രശാന്തട്ട ജോസ് കെ മാണി അദ്ദേഹം രാജ്യസഭയിൽ പൊട്ടിത്തെറിച്ചു എന്നുള്ളൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അതായത് നമ്മുടെ ഈ വയനാട് ദുരന്തത്തിന് ശേഷം ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം അദ്ദേഹം പാർലമെൻറ്റിൽ രാജ്യസഭയിൽ പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷേ അത് നമ്മൾ പിന്നീട് പല ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വായിച്ചപ്പോൾ അതിനു വേണ്ടിയുള്ള പൊട്ടിത്തെറിയൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം സാധാരണ സംസാരിക്കുന്ന പോലെ വർത്തമാനം പറഞ്ഞു, അതിനെ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞ് രാജ്യസഭ കിടുങ്ങി എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തയാണ് വന്നത്. എന്തായാലും നമുക്ക് അതിനകത്തൊരു ചോദ്യമുള്ളത്, ഈ ജോസ് കെ മാണി എന്തിനാണ് പൊട്ടിത്തെറിക്കുന്നത്? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ്, നമുക്ക് രാഷ്ട്രീയം പറഞ്ഞുകൂടാ ഈ സമയത്ത്, എന്നാലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ചില കാരണക്കാരും കൂടെ ഉണ്ടാവും. പ്രകൃതി ദുരന്തത്തിന് നമുക്ക് ഒരു കാരണക്കാരൻ ഒരാളാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിന് ചില സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളുടെ കൂട്ടത്തിലാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ജോസ് കെ മാണിയുടെ പിതാവ്, അന്തരിച്ച നമ്മുടെ മാണി സാറ്, KM മാണി സാറ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി കേരള കോൺഗ്രസ്, അവരും കൂടെ ഇതിന് കാരണക്കാരല്ലേ? ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ ഈ മനുഷ്യരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചത് ആ കേരള കോൺഗ്രസും അതുപോലെ മാണി സാറും ഈ ജോസ് കെ മാണിയൊക്കെ അല്ലേ? തീർച്ചയായിട്ടും സഭയിലേക്ക് നമുക്ക് വരാനുണ്ട്. അതെ, തീർച്ചയായിട്ടും. കാരണം ഈ ഇദ്ദേഹത്തിന് ഇപ്പോൾ പൊട്ടിത്തെറിക്കാൻ ആകെ ഉള്ള സ്ഥലം രാജ്യസഭയാണ്. വേറെ എങ്ങും പൊട്ടിത്തെറിക്കാൻ മാർഗമില്ല. ഇപ്പം ഇനിയും അങ്ങ് വടക്കോട്ട് അദ്ദേഹത്തിന് അവിടെയും പാർട്ടിക്കകത്തും പൊട്ടിത്തെറിക്കാനും വേണ്ടി പാർട്ടിയൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ദുരന്തങ്ങൾ വന്ന സമയത്ത് രാഷ്ട്രീയം പറയേണ്ട നമ്മൾ തീരുമാനിച്ചതാണ്. പക്ഷേ രാഷ്ട്രീയം പറയാതിരിക്കാൻ നിർവാഹമില്ല. ചിലരുടെ നാടകങ്ങൾ നമുക്ക് പുറത്തെടുത്തേ മതിയാവത്തുള്ളൂ. ജോസ് കെ മാണി എന്ന് പറയുന്ന ആൾ എന്തിനാണ് രാജ്യസഭയിൽ പൊട്ടിത്തെറിക്കുന്നത്? കഴിഞ്ഞ 31-ാം തീയതി ഉരുൾപൊട്ടലുണ്ടായി. ഏതാണ്ട് വെളുപ്പിനെ 1 മണിയോ ശേഷം 2 ഉരുൾപൊട്ടലുണ്ടായി. ആ ദേശം മൊത്തം നശിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായിട്ട് ഇടപെട്ടു. ഏതാണ്ട് 8 മണിയായപ്പോഴത്തേന് ആൾക്കാർ അറിഞ്ഞു വരുമ്പോഴത്തേന് ഏതാണ്ട് രക്ഷാപ്രവർത്തനം അതിൻ്റെ കൃത്യമായ രീതിയിൽ, അതിനകത്ത് കേരള ഗവൺമെൻറ്റിൻ്റെയും രക്ഷാപ്രവർത്തനത്തിനകത്ത് ഇടപെടലിനകത്ത് കേരള ഗവൺമെൻറ്റിൻ്റെയും കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു. വളരെ വേഗത്തിലായിരുന്നു. അപ്പോൾ അതിനകത്തൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഈ ദുരന്തങ്ങൾ സംഭവിച്ചു? അതൊരു പുനർവായന ആവശ്യം തന്നെയാണ്. കാരണം അതിനകത്ത് ചില ആൾക്കാരുടെ കൃത്യമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇപ്പം ഇദ്ദേഹം വന്ന് വെളുപ്പിനെ ഈ പാർലമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, രാജ്യസഭയും ലോക്സഭയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെളുപ്പിനെ രാഹുൽ ഗാന്ധി ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കെ സുധാകരൻ പറഞ്ഞു, രാഹുൽ ഗാന്ധി അവതരിപ്പിക്കേണ്ട കാര്യമാണല്ലോ, കാരണം അദ്ദേഹം പ്രത്യക്ഷം വലിയൊരു ദുരന്തമാണ്, അദ്ദേഹം അവതരിപ്പിച്ചു. കെ സുധാകരൻ പറഞ്ഞു ഇത് ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. അത് MP ആയതുകൊണ്ട് പറഞ്ഞു. അപ്പം അങ്ങനെ പല വർത്തമാനങ്ങളുണ്ടായി. വളരെ പോസിറ്റീവായിട്ട് പ്രധാനമന്ത്രി ഏറ്റെടുക്കുകയും ജോർജ് കുര്യനെ ആ കാര്യങ്ങൾ ഏൽപ്പിച്ച് അദ്ദേഹം അന്നേരം തന്നെ ഇവിടെ വന്നത്. അപ്പോൾ ജോർജ് കുര്യൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത കാര്യമൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. വളരെ സൈലൻ്റ് ആയിട്ട് ഒരു മാധ്യമത്തിന് വരാതെ 150 രൂപയുടെ ഒരു കോട്ടും ഇട്ട് ആ മനുഷ്യൻ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. വളരെ കൃത്യമായിട്ട് എന്നിട്ട് അദ്ദേഹത്തെ അത് ശരിയാണെന്ന് പറയാൻ ചില ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ചവർക്ക് സാധിക്കുന്നില്ല. എന്നാലും അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ രാജ്യസഭയിൽ ബ്രിട്ടാസ് സംസാരിച്ചു, നമ്മുടെ റഹീം സംസാരിച്ചു. അപ്പോൾ ഇവരൊക്കെ സംസാരിക്കുമ്പോൾ രാജ്യസഭ MP ആയിട്ടുള്ള അദ്ദേഹത്തിന് എന്തെങ്കിലും സംസാരിക്കണമല്ലോ. ബ്രിട്ടാസ് സംസാരിച്ചു, റഹീം സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കള്ളി വെളിച്ചത്ത് വരുന്നത്. 23-ാം തീയതി തൊട്ട് പലവട്ടം അവിടെ മുന്നറിയിപ്പ്, അപകടം നടക്കാൻ സാധ്യതയുണ്ട്, ഓറഞ്ച് അലർട്ടാണ്, അതേത് സമയം റെഡ് അലർട്ട് ആവാം, അവിടെ വിജിലൻ്റ് ആവണം. എന്നിട്ട് അവിടുന്ന് അതിന് വേണ്ട NDRF ഉദ്യോഗസ്ഥരെ കേന്ദ്രം അയക്കുകയാണ്. എന്നിട്ട് വേണ്ട മുൻകരുതൽ കേരളം എടുത്തില്ല എന്ന് എന്നെക്കൊണ്ട് പറയിക്കുന്നു എന്ന് പറഞ്ഞാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. അപ്പം അതിനുശേഷം ഇദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്. ഈ ദുരന്തം അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി രാജ്യസഭയിൽ ചർച്ച ചെയ്യണം. എന്തിന് ചർച്ച ചെയ്യണം? നിഷേധിച്ച് ചർച്ച ചെയ്തില്ല. എന്തിന് ചർച്ച ചെയ്യണം? എന്ത് കാരണം കൊണ്ട് ചർച്ച ചെയ്യണം? ജോൺ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്നൊരു സമിതിയെ ഉണ്ടാക്കി, ആ സമിതി പള്ളിയിലച്ചന്മാരും അല്ലെങ്കിൽ ആ സഭയും കൂടി ആ സഭയ്ക്ക് വേണ്ട പിന്തുണയെല്ലാം കൊടുത്ത് 2011 വന്ന ഗാർഗിൽ റിപ്പോർട്ട് അട്ടിമറിക്കുന്നതിന് വേണ്ടി വേണ്ട എല്ലാ ശ്രമവും നടത്തി. എല്ലാവർക്കും അറിയാവുന്ന പോലെ, ഇത് ഇപ്പോഴും അറിയാവുന്ന രീതിയിൽ ഗാർഗിൽ റിപ്പോർട്ടിനകത്ത് ഇതിനു വേണ്ടി കാര്യമൊന്നുമില്ല. ഇതുപോലെ ഇടുക്കിയിലും വയനാട്ടിലുമുള്ള പരിസ്ഥിതി, അതായത് പശ്ചിമഘട്ടം സംരക്ഷിക്കണം, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കപ്പെടണം.
അല്ലെങ്കിൽ ദുരന്തങ്ങൾ വളരെ കൃത്യമായിട്ട് എല്ലാ കൊല്ലവും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് ഞാൻ ഈ റിപ്പോർട്ട് വെക്കുന്നതിനകത്ത് വെച്ചിട്ട് റിപ്പോർട്ട് അംഗീകരിച്ചില്ലെങ്കിൽ അടുത്ത 5 കൊല്ലത്തിനകം ദുരന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ഗാഡ്ഗിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ കയ്യേറ്റങ്ങളും റിസോർട്ട് മാഫിയകളും അല്ലെങ്കിൽ ഈ കോറി മാഫിയകളുടെയൊക്കെ പുറകിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാർ, കോറി മാഫിയ റിസോർട്ട് മാഫിയ എന്ന് പറയുമ്പോൾ അത് അവിടെ താമസിക്കുന്നവരല്ല. റിസോർട്ട് തുടങ്ങിയിട്ട് അതിൻ്റെ മുതലാളി എറണാകുളത്തിരിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിരിക്കും, അല്ലെങ്കിൽ ഡൽഹിയിലിരിക്കും. റിസോർട്ട് നടത്തിയതിൻ്റെ വരുമാനം അദ്ദേഹത്തിന് അക്കൗണ്ടിൽ ചെല്ലും. കോറി നടത്തുന്ന മുതലാളി കോറി നടത്തുന്നിടത്തുണ്ടോ? അപ്പം ഇതിനൊക്കെ ഈ പശ്ചിമഘട്ടത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നബാധിത പ്രദേശങ്ങളിലും ആയതുകൊണ്ട് ഇതിനെ സംരക്ഷിക്കുന്നതിന് പിടിക്കുന്നതിന് ജനങ്ങളെ ആവശ്യമുണ്ട്. അവിടെ കുടിയേറ്റ കർഷകരെ പറ്റി ഗാർഗിലിനകത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? വാഴ നടുന്നതിനോ ചേന നടുന്നതിനോ നിസ്സാരമായിട്ടുള്ള കൃഷികൾക്കൊന്നും ഇത് പ്രശ്നമല്ല. ചെറിയ ചെറിയ വീടുകൾ ആ ഭൂപ്രദേശത്തിൻ്റെ മാതൃകയ്ക്ക് കോട്ടം വരുത്താതെ നിർമ്മിക്കുന്നതിനും വിഷയമല്ല. വലിയ വലിയ കെട്ടിടങ്ങൾ പാടില്ല, ഫ്ലാറ്റുകൾ പാടില്ല, ഭൂമിക്ക് ആഘാതമുണ്ടാക്കുന്ന കോറികൾ പാടില്ല. ഇത് പറഞ്ഞപ്പോൾ ഇതായിരുന്നു അതിൻ്റെ യഥാർത്ഥ റിപ്പോർട്ട് ഗാർഗിലിൻ്റെ. അതിനുശേഷം കസ്തൂരിരംഗൻ വന്നപ്പോൾ കുറച്ചുകൂടെ ഇതായി. ചില പ്രദേശങ്ങളിൽ കൃത്യമായിട്ട് താമസിക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ ഏറ്റവും ലോലമായിട്ടുള്ള പ്രദേശങ്ങൾ, കാരണം ചിലപ്പം ഇതൊക്കെ ചെയ്താലും പൊട്ടിയൊലിച്ചാൽ ദുരന്തം ചെറുതാണെങ്കിലും ആ വഴിക്കുള്ളവർക്ക് അപകടം പറ്റുമല്ലോ. അപ്പോൾ ഇത് പറഞ്ഞതിനകത്ത് അവിടുത്തെ ഒരു പള്ളിയിലെ അന്ന് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാത്തിനും ബിഷപ്പായിരുന്നു മാത്യു ആനിക്കുഴിക്കാട്ടിൽ. ടി വിയിലും മാധ്യമങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ ഫ്രണ്ടിൽ നിന്ന് ഇത് വളരെ കൃത്യമായിട്ട്, കാരണം ഒരു പള്ളിയിലച്ഛനോ ഒരു ബിഷപ്പോ ഒക്കെ ഒരു സഭാ നേതൃത്വത്തിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം വാസ്തവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ നമുക്കെല്ലാം. ഇപ്പോൾ പള്ളിയിലായാലും അമ്പലത്തിലായാലും ഇതുപോലെ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ നിൽക്കുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ച് അവരെ വിശ്വസിച്ച് പോകുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ജനസമൂഹം. കാരണം അവിടുത്തെ കുടിയേറ്റ കർഷകരെ പറ്റി അറിയാം. അതിൻ്റെ കൂട്ടത്തിൽ 2012 ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ഇടുക്കി രൂപതയിൽ ഇടയലേഖനം വായിക്കുന്നത്. ഇടയലേഖനം ബിഷപ്പിന്റെ ലേഖനമാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് പരിസ്ഥിതി മൗലിക തീവ്രവാദം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. പരിസ്ഥിതി മൗലിക തീവ്രവാദം എന്ന് പറയുന്ന വാക്കിന് അത്തരത്തിലുള്ള അർത്ഥമുണ്ടെന്ന് അത് അനുവദിക്കാൻ പാടില്ല എന്നാണ്. അപ്പം ഇങ്ങനെ ഇത് 2011 ഈ റിപ്പോർട്ട് വന്നപ്പോൾ ഇവിടുത്തെ കോറി മാഫിയയ്ക്കും അല്ലെങ്കിൽ ഈ റിസോർട്ട് മാഫിയയ്ക്കും ഇതുപോലെ വനം കയ്യേറിയിട്ട് അനധികൃതമായിട്ട് വനത്തിനെ ചൂഷണം ചെയ്യുന്നവർക്കും ദോഷം വരുമെന്ന് കണ്ട് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ചെറുകിട കർഷകരെ സംഘടിപ്പിച്ചു. സാധാരണ ഇപ്പം തന്നെ മരിച്ചപ്പം ജോണിനും എനിക്കുമൊക്കെ മനസ്സിലായല്ലോ എത്രത്തോളം ഉള്ള ആൾക്കാരാണ് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അവർ വല്ല വാഴയോ വല്ല ഏലമോ വല്ല ചേനയോ ഒക്കെ നട്ട് ചെറിയൊരു 10, 700, 600 സ്ക്വയർ ഫീറ്റുള്ള വീടുകളിൽ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവർ ആ പരിസ്ഥിതിക്കൊന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ആദിവാസികളുടെ കൂട്ടം തന്നെ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു. നിങ്ങൾക്ക് ഇനി ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇവിടുന്ന് മാറിപ്പോകേണ്ടി വരും, നിങ്ങളുടെ വീടിന് പച്ച പെയിൻ്റ് അടിക്കേണ്ടി വരും, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കാൻ മാർഗമില്ല, സമരം ചെയ്തേ മതിയാവത്തുള്ളൂ. ഈ ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ചു. ആൾക്കാർ റോഡിലിറങ്ങി വലിയ സംഘർഷമായി, അല്ലെങ്കിൽ അതുപോലെ ആളുകൂടിയപ്പോൾ ബാക്കിയുള്ള പാർട്ടിക്കാർ വോട്ടിന്റെ വില വെച്ചിട്ട് ഇവിടുത്തെ BJP-കാരനും കൂടെ നിന്നു, കോൺഗ്രസ്സുകാരനും കൂടെ നിന്നു, കേരള കോൺഗ്രസ്സുകാരൻ ഇത് സംഘടിപ്പിക്കാൻ തയ്യാറായി. ഇടുക്കിയിലെ ഒറ്റ സീറ്റ്, വയനാട്ടിലെ അല്ലെങ്കിൽ ഇടുക്കിയിലെ ഒറ്റ സീറ്റ് പ്രതീക്ഷിച്ച് ജോസ് കെ മാണിയുടെ അച്ഛൻ മാണി അല്ലെങ്കിൽ ആ പാർട്ടി സംഘടിപ്പിച്ച സമരമാണിത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി യഥാർത്ഥത്തിൽ ഹൈറേഞ്ച് നശിപ്പിക്കുന്ന സമിതിയല്ലായിരുന്നു അത്. ഇപ്പൊ മനസ്സിലായല്ലോ. അന്ന് ജോയ്സ് ജോർജിന്റെ സ്ഥാനാർത്ഥിയായി ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സ്ഥാനാർത്ഥി, പാർട്ടിയൊന്നുമില്ല, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി സ്ഥാനാർത്ഥി നിർത്തുകയാണ്. അതിന് CPM പിന്തുണ കൊടുത്തു, അയാൾ ജയിച്ചു. മനസ്സിലാവുന്നുണ്ട്? ഇതാണോ ഒന്ന് സംഭവിച്ചത്? ഇപ്പോൾ 2011 ശേഷം 2024, 2023 ദുരന്തം സംഭവിച്ചല്ലോ. അന്ന് ആൾനാശം കുറവായിരുന്നു, ദുരന്തം സംഭവിച്ചു, ആൾനാശം കുറവായിരുന്നു. ഇപ്പോഴും 10-24 പേരെ കാണാനുണ്ട്. അതങ്ങ് മറന്നു. വീണ്ടും റിസോർട്ട് മാഫിയയും കോറി മാഫിയയും അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ളവർ കയ്യേറ്റം നടത്തി. ഇപ്പം നടന്ന ദുരന്തം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്തമാണല്ലോ. ഈ ദുരന്തം ഇന്നോടുകൂടി നാളെയോടുകൂടി അവിടുത്തെ തെരച്ചിൽ സംവിധാനങ്ങൾ, അവിടുത്തെ കാര്യങ്ങളിലാവും. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകൊണ്ടും ലോകത്തെല്ലായിടത്തും ഇരിക്കുന്ന കേരളീയരും അതിനപ്പുറമുള്ളവരും സഹായിച്ച് ഒരുപക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് പുനരധിവാസം ഒരു പരിധിവരെ സാധിക്കും. പക്ഷേ നാളെ കാലത്ത് ഈ ദുരന്തം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇന്നേ തീരുമാനമെടുക്കണം. അതിന് ആർജവമുള്ള പാർട്ടിക്കാരുണ്ടാവണം. അതിന് ജനങ്ങളെ സ്നേഹിക്കുന്ന കപടതയില്ലാത്ത രാഷ്ട്രീയക്കാരുണ്ടാവണം.
അന്ന് പി ടി തോമസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട അവിടുത്തെ എം പി ആയിരുന്നു. അദ്ദേഹത്തിന് ജനസമ്മതനായ എം പി ആയിരുന്നു. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സീറ്റ് കോൺഗ്രസ് ഭയന്നു, അദ്ദേഹത്തെ മാറ്റി നിർത്തി. അദ്ദേഹം അന്നേരവും പറഞ്ഞു, ഞാൻ പറയുന്ന വാക്കിൽ നിന്ന് മാറത്തില്ല, ഞാൻ പറയുന്നത് ക്രിസ്തു പറഞ്ഞ കാര്യമാണ് പറയുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കണം, പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല, അതിനപ്പുറം ഒരു ആരാധനയുമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് അതുപോലെ പറയാൻ പറ്റുന്നില്ല. അദ്ദേഹത്തെ അവിടുന്ന് മാറ്റിയില്ലേ? അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ, ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള മനുഷ്യൻ്റെ ശവമഞ്ച ഘോഷയാത്ര ഈ പള്ളിയിലച്ചന്മാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയില്ലേ? ആഘോഷമാക്കിയില്ലേ? അവസാനം ആ മനുഷ്യൻ പറഞ്ഞത് സത്യമായില്ലേ? എത്ര പേരാ മരിച്ചത്? ജോണെ ഇപ്പം വന്നേക്കുന്ന കണക്ക് അവിടെ ആൾക്കാർ കൂടിയിരുന്ന് ഞങ്ങൾക്ക് കാണാനില്ലാത്തവരുടെ കാണാൻ വയ്യ കിട്ടാത്തവരുടെ കണക്ക്, മരിച്ചവരുടെ കണക്ക് ഇപ്പം തന്നെ 1000-അപ്പുറമായില്ലേ? ആ മണ്ണിനിടയിൽ എത്ര ആയിരങ്ങൾ കാണും? എത്ര തോട്ടം തൊഴിലാളികൾ കാണും? കണക്കില്ലാത്ത പാവത്തുങ്ങൾ ധാരാളമുണ്ട്. എത്ര ബംഗാളി തൊഴിലാളികൾ കാണും? അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വന്നവർ കാണും? വിദേശികൾ അവിടെ ഈ കള്ള റിസോർട്ടിലും അല്ലെങ്കിൽ ടെൻ്റ് അടിച്ച് കിടന്ന എത്ര പേര് കാണും? ഇതൊക്കെ തിരക്കി വരുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മഹാദുരന്തം സമ്മാനിച്ചതിന് ഈ പൊട്ടിത്തെറിച്ച ജോസ് കെ മാണിയുടെ പാർട്ടിക്കും വളരെ കൃത്യമായിട്ട് പങ്കുണ്ട്. അത് പങ്കിലെന്ന് വയ്ക്കാൻ മതി. അല്ല, അവിടുത്തെ മലയോര കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്നതിനും കോറി നടത്തുന്നതിനും റിസോർട്ട് നടത്തുന്നതിനും അതിൻ്റെ പുറകിൽ നിന്ന് എൻ്റെ സമ്പത്ത് കൈയടക്കുന്നതിനും വേണ്ടി നിന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി. കേരള കോൺഗ്രസ് പാർട്ടിയാണല്ലോ മലയോര കർഷകരുടെ പാർട്ടി. ആ പാർട്ടിക്ക് ഇപ്പം എന്തിനാണ് പൊട്ടിത്തെറിക്കുന്നത്? അങ്ങനെ പൊട്ടിത്തെറിച്ചെന്നും പറഞ്ഞുകൊണ്ട് ജനം ഇതൊന്നും മറന്നു പോകത്തൊന്നുമില്ല. അല്ലെങ്കിൽ അത് വാർത്ത വന്നാൽ അതൊരു വലിയ സംഭവമായിട്ട് ആൾക്കാർ കാണത്തൊന്നുമില്ല. ഇതെല്ലാം ജനത്തിനറിയാം. അറിയാൻ വയ്യാത്ത ജനമൊന്നുമല്ല. അപ്പോൾ ജോസ് കെ മാണിക്ക് പൊട്ടിത്തെറിക്കേണ്ട കാര്യമില്ല. പിന്നെ അപ്പോൾ അദ്ദേഹത്തിന് ആകപ്പാടെ പൊട്ടിത്തെറിക്കാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാനുള്ള കഴിവുകളോ ഒന്നും ഇല്ലെങ്കിലും എണീറ്റ് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഈ പൊട്ടിത്തെറിച്ച പുള്ളി കോട്ടിട്ട കാര്യമല്ല, ഇത് തെറിച്ച രാജ്യസഭയിലെല്ലാം വീണുപോയി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള കപട രാഷ്ട്രീയക്കാരെ ഇനിയെങ്കിലും തിരിച്ചറിയണം. അതുപോലെ അധികാരത്തിലിരിക്കുന്നവർ എന്ത് പ്രശ്നം വന്നാലും ഈ ഭൂമിക്കും അല്ലെങ്കിൽ ജനത്തിന് അന്നേരം ചില ബുദ്ധിമുട്ടുണ്ടായാലും ദൂരവ്യാപകമായിട്ട് കുഴപ്പങ്ങൾ സംഭവിക്കാത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു ലാഭവും നോക്കാതെ ഒരു കൂട്ടത്തെയും പരിഗണിക്കുക. ഇതിനെയൊക്കെ സംഘടിപ്പിക്കുന്നത് നമ്മളീ പറഞ്ഞതുപോലെ റിസോർട്ട് മാഫിയയും അല്ലെങ്കിൽ കോറി മാഫിയൊക്കെയാണ്. ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സാധാരണക്കാരനെ സംഘടിപ്പിച്ച് എൻ്റെ പുറകിൽ നിൽക്കുകയാണ്. കാരണം അവിടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമല്ലോ. അപ്പം അത്തരത്തിലില്ലാത്ത ആർജവമുള്ള, അതിനകത്ത് കുറച്ചൊക്കെ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു പിണറായി വിജയൻ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് അദ്ദേഹം ആരെയും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് 2 കൊല്ലം കൂടെ ഉണ്ട്. ഈ ഗാർഗിൽ റിപ്പോർട്ടും അല്ലെങ്കിൽ പശ്ചിമഘട്ട സംരക്ഷിക്കേണ്ട അവസ്ഥയിലുള്ള കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് വരാമെങ്കിൽ അടുത്ത കൊല്ലമല്ലെങ്കിലും ഒരു 3-4 കൊല്ലത്തിനകത്ത് ഇതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതെ ആ ഭൂമി അതിൻ്റെ പൂർവ്വസ്ഥിതിയിലെത്തി ദുരന്തങ്ങളില്ലാത്ത ഒരു കേരളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിരന്തരം ഓരോ കർക്കിടകം വരുമ്പോഴും അല്ലെങ്കിൽ വർഷം വരുമ്പോഴും ഇവിടെ ദുരന്തങ്ങളുണ്ടാവും. ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരിടത്തല്ലേ പൊട്ടിയുള്ളൂ. ജോണ ഇത് 2-3 ഇടത്തങ്ങ് പൊട്ടിയാൽ എന്ത് ചെയ്യും? നമുക്ക് പ്രകൃതിയെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇപ്പോൾ ഒരിടത്ത് പൊട്ടിയപ്പോൾ ഇത് 2-3 അടുപ്പിച്ച് പൊട്ടിയാലും എന്ത് ചെയ്യും? ഇവിടെ പൊട്ടുന്നു, ഇടുക്കിയിലും പൊട്ടുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വേറെയിടത്തും പൊട്ടുന്നു. ഈ എത്രയോ കിലോമീറ്ററിലാണ് നേരത്തെ ഇരുന്ന പടവും ഇപ്പോൾ ഇരിക്കുന്ന പടവുമൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഈ പ്രകൃതിയുടെ ദുരന്തത്തിന് എത്ര വ്യാപ്തി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതിൻ്റെ കാര്യത്തെപ്പറ്റി. ഇന്ന് പത്രവാർത്തകളൊക്കെ വരുന്നുണ്ട്, ആവശ്യമില്ല തെറ്റിദ്ധരിപ്പിക്കുന്നു. മുല്ലപ്പെരിയാർ ഒരു കരാറിൻ്റെ മറവിൽ ആ കരാറ് കാലം കഴിഞ്ഞു വളരെ കൃത്യമായിട്ട് ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ വാദിക്കാൻ തടസ്സം നിൽക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ബിനാമി ഇടപാടുകൾ തമിഴ്നാട്ടിലുണ്ട്. ആ തമിഴ്നാട്ടിലുള്ള ബിനാമി ഇടപാട് വെളിയിൽ വരുമെന്ന് പണ്ട് ജയലളിത സമരം മൂർച്ഛിഞ്ഞ പറഞ്ഞു. ഇന്നുമായിട്ട് ഞാൻ പത്രസമ്മേളനം നടത്താൻ പോവുക. ഇവിടെ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചിട്ടുള്ള കേരളത്തിലെ നേതാക്കന്മാർ ലിസ്റ്റ് ഇന്നുമായിട്ട് പുറത്തു വിടുന്നു. അന്ന് ആ സമരം നിന്നു. കൃഷിഭൂമികൾ അന്ന് ആ സമരം നിന്നു. അപ്പം ഇതുപോലെ താല്പര്യങ്ങൾക്ക് വേണ്ടി മുല്ലപ്പെരിയാറിന്റെ ബലമോ ബലക്ഷയത്തെ പറ്റിയൊന്നും നമുക്കറിയത്തില്ല. ബലക്ഷയമുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ വായിച്ച് ഇടുക്കി പോകും. ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള അന്ന് ഈ കരാറ് നീട്ടിക്കൊടുത്തത് ഒരു മന്ത്രിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അന്ന് ആ മന്ത്രിക്ക്, അദ്ദേഹം കേരളത്തിലെ ആദരണീയനായ ഒരു മന്ത്രിയാണ്, അപ്പോൾ അദ്ദേഹത്തിന് അന്ന് തമിഴ്നാട്ടിൽ കൃഷിഭൂമിയുണ്ട്. ആ സമയത്ത് ഭയങ്കര വേനലാണ്, വെള്ളം കിട്ടത്തില്ല. അപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പോൾ വെള്ളം വേണം, ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം എടുത്താൽ അവിടെ കൃഷി ചെയ്യാം. ഏക്കർ കണക്കിന് ഭൂമി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഈ കരാറ് നീട്ടിക്കൊടുത്തത്. അദ്ദേഹം ജലസേന വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന സമയത്തെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മന്ത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല, പറയണ്ട. അല്ല, ഇപ്പം ഈ മുല്ലപ്പെരിയാറിന് അപകടം സംഭവിച്ച് ഇടുക്കി ജില്ല മൊത്തം അങ്ങ് പോകും. പറഞ്ഞ മനസ്സിലായില്ലേ?
പത്തനംതിട്ട ജില്ലയുടെ ഒരു ഭാഗം പോവും, ആലപ്പുഴ പോവും, എറണാകുളം മൊത്തം പോവും. എറണാകുളം വരെ മണ്ണ് കയറി നിറഞ്ഞു പോകുന്ന സിറ്റി പോലും ഇല്ലാത്ത അവസ്ഥയിൽ വരുമെന്നാണ് വിദഗ്ധർ പറഞ്ഞത്. അതിനെപ്പറ്റി എത്ര പക്ഷേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇതിനൊക്കെ എന്തെങ്കിലും കുഴപ്പം പറ്റിയ അപ്പോൾ ജനത്തിനോട് സ്നേഹവും രാജ്യത്തോട് സ്നേഹവും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യകാര്യ സഹിതം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ജനപ്രതിനിധിയും അല്ലെങ്കിൽ ജനത്തെ സേവിക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയക്കാരുടെയും കടമ. അത് നിർവഹിക്കണം എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് അവസാനിക്കും.